السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഉസൂലു സലാസ എന്ന റിസാലയുടെ പഠനത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ച മസ്അലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ അവസരത്തിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ബാക്കി ശേഷിക്കുന്ന മത്തനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ദുആഇന്റെ വ്യത്യസ്ത രൂപങ്ങൾ. മരിച്ച മയ്യിത്തിനോട് ചോദിക്കുന്ന ഏത് തേട്ടവും മുത്ലഖൻ അത് ശിർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ള ഗായിബിനോട്, മറഞ്ഞ വ്യക്തിയോട് ചോദിക്കുന്ന ഏത് തേട്ടവും അയാൾ സ്ഥലത്തുള്ളപ്പോൾ അയാൾക്ക് സാധിക്കുന്ന കാര്യമാണെങ്കിലും ശരി, അയാൾ സ്ഥലത്തില്ലാത്തപ്പോൾ അയാളോട് ചോദിച്ചാൽ പോലും അത് ശിർക്കാണ്. അതുപോലെ തന്നെ മൂന്നാമതായി ശിർക്കാകുന്ന തേട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്ഥലത്തുണ്ട്, ജീവിച്ചിരിക്കുന്ന ആൾ, അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ അയാളോട് ചോദിക്കുക, പുറത്തു തരാൻ, ഹിദായത്ത് നൽകാൻ, അതും ശിർക്ക് അക്ബറാണ്. ഇനി സൃഷ്ടികളോട് ചോദിക്കാവുന്ന തേട്ടം എന്താണ്? അതിന് 3 നിബന്ധനകളാണ് നമ്മൾ അന്ന് പറഞ്ഞത്. 1, ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണം. 2, അയാൾ സ്ഥലത്തുണ്ടാകണം. 3, ചോദിക്കുന്ന കാര്യം ചെയ്തു തരാൻ അയാൾക്ക് കഴിവ് വേണം. അയാളുടെ കഴിവിൽപ്പെട്ടത് അയാളോട് ചോദിക്കാം. ഉദാഹരണത്തിന് ഭൗതികമായ അപ്പുറത്തിരിക്കുന്ന ചെയറൊന്നും കൊട്ടിടാൻ നിങ്ങളൊരാരോടെങ്കിലും എനിക്ക് ആവശ്യപ്പെടാം. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ സാധിക്കുന്നവർക്ക് അവരോടത് ആവശ്യപ്പെടാം. അപ്പോൾ ഹയ്യായിരിക്കണം, ഹാദിറായിരിക്കണം, ഖാദിറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികളോട് ചോദിക്കാം. അതുവരെ വ്യക്തമാണല്ലോ. ആ കൂട്ടത്തിൽ ഉലമാക്കൾ, പണ്ഡിതന്മാരിൽ ചിലർ ഒരു നിബന്ധന കൂടി എണ്ണിയിട്ടുണ്ട്. നമ്മൾ ഈ സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ, അവരുടെ കഴിവിൽപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ, അയ്യഅ്തഖിദ അന്നൽ മദ്ഉവ മുജറദു സബബിൻ ലാ മുഅസ്സിറുൻ ബിദാതിഹി, ഈ ചോദിക്കുന്ന വ്യക്തിയിലൂടെ നമുക്ക് എന്തെങ്കിലും സംഗതികൾ നടക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങളുടെ കഴിവിൽപ്പെട്ടത് നിങ്ങളോട് എനിക്ക് ചോദിക്കാം, എൻ്റെ കഴിവിൽപ്പെട്ടത് എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം. ആ ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതിലൂടെ നമുക്ക് ആ കാര്യം നടപ്പിലായത്, ആ വ്യക്തിയിലൂടെ നമുക്ക് ആ കാര്യം നടപ്പിലായത് അയാൾ കേവലം കാരണം മാത്രമാണ്. ഉദാഹരണത്തിന്, എനിക്ക് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നു തരുമോ എന്ന് നിങ്ങളോട് എനിക്ക് ചോദിക്കാം. നിങ്ങളുടെ കഴിവിൽപ്പെട്ടതാണ്, നിങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് എനിക്ക് ദാഹം മാറി, അൽഹംദുലില്ലാ. എൻ്റെ ദാഹം മാറ്റിയതാരാണ്? അള്ളാഹുവാണ്. നിങ്ങളല്ലേ വെള്ളം കൊണ്ടുവന്നെന്ന്? നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം കുടിച്ചിട്ടല്ലേ എൻ്റെ ദാഹം മാറിയത്? അവിടെ നിങ്ങളെക്കുറിച്ച് ഞാൻ വിശ്വസിക്കേണ്ട എന്താണ്? നിങ്ങൾ വെറും കാരണം മാത്രമാണ്. നിങ്ങൾ കൊണ്ടുവന്ന് തന്ന ഒരു ഗ്ലാസ് വെള്ളം കാരണമായി, നിങ്ങളുടെ ആ പ്രവൃത്തി കാരണമായി അള്ളാഹുവിൻ്റെ ദാഹം മാറ്റി, ദാഹം ശമിപ്പിച്ചു. അപ്പോ ഏതൊരു കാര്യത്തിലൂടെയും നമുക്ക് കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ടെങ്കിൽ അത് കേവലം കാരണം മാത്രമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാലങ്ങളായിട്ടുള്ള ഒരസുഖം, അത് ചികിത്സിക്കാൻ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നു. ആ ഡോക്ടറുടെ ചികിത്സ കാരണമായി, ആ ഡോക്ടർ കുറിച്ച് തന്ന മരുന്ന് കാരണമായി നമ്മുടെ അസുഖം മാറി എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എൻ്റെ രോഗം മാറ്റാൻ ആ ഡോക്ടർക്ക് കഴിവുണ്ടായി. ഡോക്ടർ എൻ്റെ രോഗം മാറ്റിയെന്ന് പറയാൻ പാടുണ്ടോ? ആ പ്രയോഗം തന്നെ തെറ്റാണ്. അതിനപ്പുറത്ത് ഡോക്ടർക്ക് അതിനുള്ള കഴിവുണ്ട്.
മരുന്നിന് സ്വയം എന്റെ രോഗം മാറ്റാനുള്ള കഴിവുണ്ട്. മുഅസ്സിറും ബിദാത്തി, അതിന് സ്വയം എനിക്ക് വേണ്ടുന്ന ശമനം നൽകാനോ എന്നിൽ സ്വാധീനം ചെലുത്താനോ കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ ദുനിയാവിൽ നമ്മൾ എന്ത് കാര്യം, ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നു എന്നത് വിശപ്പ് മാറാനുള്ള ഒരു കാരണമാണ്. വിശപ്പ് മാറ്റുന്നവനാരാണ്? അള്ളാഹുവാണ്. വൈവാഹിക ബന്ധങ്ങൾ സന്താനോൽപാദനത്തിന് കാരണമാണ്. സന്താനത്തെ നൽകുന്നവനാരാണ്? അള്ളാഹുവാണ്. വിവാഹം കഴിച്ചിട്ടും സന്താനങ്ങളില്ലാത്തവരില്ലേ? അതുപോലെ തന്നെ മരുന്ന് കഴിക്കുക, ചികിത്സ തേടുക എന്നുള്ളത് രോഗം മാറാനുള്ള കാരണം മാത്രമാണ്. മരുന്നിനോ ചികിത്സയ്ക്കോ സ്വയം അതിനുള്ള കഴിവില്ല. മാറ്റുന്നവനാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ എന്തൊരു കാര്യം നേടാനും നമ്മൾ കാരണങ്ങളെ സമീപിക്കുന്നുവെങ്കിൽ അത് കേവലം കാരണം മാത്രമാണ്. കേവലം കാരണം മാത്രമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് വിദ്യാഭ്യാസം നേടി, അതുകൊണ്ട് നമ്മൾ ജോലി സമ്പാദിച്ചു, ഒരുപാട് ആസ്തികൾ ഉണ്ടാക്കി, വരുന്ന തലമുറക്കും അടുത്ത തലമുറക്കുള്ള ആസ്തി ബാക്കിയാക്കി നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ നമ്മളാണ് അതിൻ്റെ എന്താ പറയുക, എൻ്റെ ശക്തി കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, ഞാനാണത് ഉണ്ടാക്കിയത് എന്ന് പറയാൻ പാടില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാരണം മാത്രമാണ്. എൻ്റെ അധ്വാനവും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ പരിശ്രമവും ഒരു കാരണം മാത്രമാണ്. എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകൾ, നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ കാൽക്കാശിന് വിലയില്ലാതെ ജീവിക്കുന്നില്ലേ? ജീവിതകാലം മുഴുവൻ, പുരുഷായുസ് മുഴുവൻ മെനക്കെട്ട് അധ്വാനിച്ച് കഴിയുന്ന അത്ര പണിയെടുത്ത് ജീവിച്ചിട്ടും അവർക്കൊന്നും ബാക്കിയില്ലാതെ അവർ മരിച്ചു പോകുന്നു. അവർ അധ്വാനമില്ലാഞ്ഞിട്ടാണോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു കാരണം മാത്രമാണ്. അള്ളാഹുവാണ് സമ്പൂർണമായി കാര്യങ്ങൾ നടത്തുന്നവൻ. അവനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോ സൃഷ്ടികൾക്ക് കഴിവുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു, അവർ കാരണമായി നമുക്ക് ലഭിച്ചു, അതവർ വെറും കാരണം മാത്രമാണ്. അവർക്ക് സ്വതന്ത്രമായൊരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ് നമ്മുടെ ദിക്ർ. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ടൊരു നിധി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റിനെ പരിചയപ്പെടുത്തിയത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെ സ്കൂളുകളിലും അതല്ലെങ്കിൽ മുതിർന്നവരെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളിൽ, കോച്ചിങ് സെന്ററുകളിൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഈ കോൺഫിഡൻസ് എന്നുള്ള പ്രയോഗം തന്നെ ഇസ്ലാമിന്റെ ഭാഷയിൽ അബദ്ധമാണ്. എന്താണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ? ആത്മവിശ്വാസം. അതായത് എനിക്ക് എല്ലാറ്റിനും ഐ ക്യാൻ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കഴിയും, നമുക്ക് കഴിയാത്തതൊന്നുമില്ല, അതിങ്ങനെ സ്വയം മനസ്സിനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതാണ് ഒരു മുവഹിദിന്റെ ഭാഷ്യം. ഐ കാണ്ട് എന്നാണ് പറയേണ്ടത്. എനിക്ക് കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എനിക്കൊരു കഴിവും ശക്തിയുമില്ല, എനിക്കൊന്നുമില്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനെ കൊണ്ടല്ലാതെ എനിക്കൊന്നും കഴിയില്ല. എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷാർദ്ധ നേരത്തേക്ക് പോലും അള്ളാന്റെ സഹായം ഇല്ലാതെ നമുക്ക് വിരലൊന്നും നനക്കാൻ പോലും കഴിയുകയില്ല. ഇതാണ് നമ്മുടെ ശബ്ദം, ഇതാണ് നമ്മുടെ ഭാഷ, ഇതാണ് നമ്മുടെ അഖീദ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലാതെ ഒന്നും കഴിയില്ല. ആത്മവിശ്വാസമല്ല നമുക്ക് വേണ്ടത്, അള്ളാഹുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിനെ കൊണ്ട് എനിക്കെല്ലാം സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പറയേണ്ടത്. എനിക്കെല്ലാം കഴിയുമെന്നല്ല പറയേണ്ടത്. എനിക്കൊന്നിനും കഴിവില്ല, അള്ളാഹുവിന്റെ സഹായമില്ലാതെ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് തൗഹീദ്. ഇനി ഈ രംഗത്ത് സബബുകളെ, കാരണങ്ങളെ, കാര്യങ്ങൾ നേടാനുള്ള കാരണങ്ങളെ സ്വീകരിക്കുന്ന രംഗത്ത് ആളുകൾ അവർ 3 തട്ടിലാണ് പണ്ഡിതന്മാർ പറയുന്നു. ഒരു വിഭാഗം ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമായി നിശ്ചയിച്ച കാരണങ്ങളെ സമീപിക്കും, എന്നിട്ട് കാര്യങ്ങൾ തേടും. ഏതുപോലെ? കാരണങ്ങൾ 2 വിധമുണ്ട്. ഉലമാക്കൾ പറയുന്നു, നമുക്ക് കാര്യങ്ങൾ നേടാൻ നമ്മൾ സമീപിക്കേണ്ടുന്ന കാരണങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് അസ്ബാബുൻ ശർഈയ, ശർഈയായ ദീനിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അവന്റെ വിധിവിലക്കുകൾക്ക് അനുഗുണമാകുന്ന കാരണങ്ങൾ. ഞാൻ വിശദീകരിക്കാം. 2 അസ്ബാബുൻ ഹിസ്സിയ, പ്രാപഞ്ചികമായി ആളുകൾക്കിടയിൽ മനുഷ്യന്മാരുടെ അനുഭവങ്ങളിലൂടെ അവരുടെ അറിവിലൂടെ സ്ഥിരപ്പെട്ട കാരണങ്ങൾ. ഇത് നമുക്ക് സ്വീകരിക്കാം. അസ്ബാബുൻ ശർഈയ, ശർഈയായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾക്ക് അസുഖം വന്നു, രോഗം വന്നു. രോഗം വന്നാൽ ആ രോഗം മാറാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ശർഈയായ കാരണം എന്താണ്?
പാരസെറ്റമോൾ തേടി പോല. പനി വന്നാൽ ശരീരത്തിൽ വേദന ഉണ്ടായ പെയിൻ കില്ലർ വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടല. അതിന് ശരഈയായ കാരണമൊന്നും അറിയില്ല. ശരഈയായ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മളൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം അടുത്ത മെഡിക്കൽ ഷോപ്പിലേക്ക് പെയിൻ കില്ലർ വാങ്ങാൻ ഓടും. പനി വന്നാൽ പാരസെറ്റമോൾ തപ്പും. അത് ഹിസ്സിയായ കാരണമാണ്. അസുഖം വന്നാൽ മരുന്ന് കഴിക്കുക. ഇന്ന അസുഖത്തിന് ഇന്ന മരുന്നുണ്ട്, പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കാം. അതല്ലെങ്കിൽ തലവേദന വന്നാൽ ഇന്ന മരുന്ന് കഴിക്കാം. ഇന്ന അസുഖത്തിന് ഇന്ന ഒറ്റമൂലിയുണ്ട്. അത് നാട്ടിൽ അറിയപ്പെട്ടതാണ്, ആളുകളുടെ അനുഭവത്തിലും അറിവിലും സ്ഥിരപ്പെട്ടതാണ്. അത് ഹറാമല്ലാത്തിടത്തോളം ശറഈലത് ഹറാമല്ല. ഉദാഹരണത്തിന് ചില രോഗങ്ങൾക്ക് ഇപ്പോ ഒരു രോഗം മാറാൻ പന്നിയിറച്ചി കഴിക്കണം എന്ന് പറഞ്ഞാലോ, ഒരു നാട്ടിൽ അറിയപ്പെട്ടതാണ് ഒരു രോഗം മാറാൻ പന്നിയിറച്ചി കഴിക്കണം. നമ്മൾ കഴിക്കുമോ? കഴിക്കാൻ പാടില്ല, കാരണം ശറഅ ഹറാമാക്കിയതാണ്. അതല്ലെങ്കിൽ ഒരു രോഗം മാറാൻ ഒരാൾ സ്വന്തം മൂത്രം കുടിക്കണം. അങ്ങനെയുണ്ട് ചില ചികിത്സകൾ, ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട്. രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റാൽ തന്നിൽ നിന്ന് പുറത്തു വരുന്ന ഫ്രഷ് യൂറിൻ അത് സേവിച്ചാൽ അസുഖം മാറുമ്പോൾ, അങ്ങനെ ചില ഒറ്റമൂലികൾ ചിലകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല, കാരണം അത് ഹറാമാണ്. അപ്പൊ അള്ളാഹു ഹറാമാക്കത്തിടത്തോളം ഒരു നാട്ടിൽ അറിയപ്പെട്ട അവരുടെ അനുഭവത്തിലോ അവരുടെ അറിവിലോ സ്ഥിരപ്പെട്ട ഹിസ്സിയായ കാരണങ്ങൾ നമുക്ക് തേടാം. മരുന്നുകൾ പോലെ, ചികിത്സ പോലെ, വൈദ്യ ചികിത്സകൾ പോലെ. അതാണ് ഹിസ്സിയായ കാരണം. അതിനു മുമ്പ് നമ്മൾ തേടേണ്ടത് ശറഈയായ കാരണമാണ്. രോഗം വന്നാൽ നമ്മൾ സ്വീകരിക്കേണ്ട ശറഈയായ കാരണം എന്താണ്? മന്ത്രിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പെയിൻ കില്ലർ ഉണ്ട്, ശറഈയായ പെയിൻ കില്ലർ. വേദനയുള്ളടുത്ത് കൈവച്ച് ബിസ്മില്ലാ 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 എന്ന് 3 തവണ പറയുക. അഊദു ബില്ലാഹി വ ഖുദ്റതിഹി, അല്ലെങ്കിൽ അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന ദുആ 7 തവണ ആവർത്തിക്കുക. 3 തവണ ബിസ്മില്ലാ എന്ന് വേദനയുള്ളടുത്ത് കൈവച്ചിട്ടു. റസൂലുള്ള പഠിപ്പിച്ച വേദന മാറാനുള്ള വേദന സംഹാരിയാണിത്. ഇത് ശറഈയായ കാരണമാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. നമ്മൾ ആ ശറഈയായ കാരണം വിട്ടിട്ട് ഹിസ്സിയായ കാരണത്തെ അവലംബിക്കും. ഒരു പക്ഷെ 10 പൈസ ചെലവില്ലാതെ ഏത് രോഗത്തിനും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വീട്ടിലിരുന്ന് പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും ചികിത്സിക്കാൻ പറ്റുന്ന ശറഈയായ അസ്ബാബുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്, അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശറഈൽ സ്ഥിരപ്പെട്ട ചികിത്സാ മുറയാണെന്ത്? അസുഖം വന്നു കഴിഞ്ഞാൽ അവസാനത്തെ 3 സൂറത്തുകൾ ഖുർആനിലെ ഇഖ്ലാസ്, ഫലഖ്, നാസ് ഊതി തടവുക ശരീരത്തിൽ. ഏത് അസുഖം വന്നാലും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാ രീതിയാണ്. എത്ര പൈസ ചെലവുണ്ട്, എത്ര അധ്വാനമുണ്ട്, എന്തു പാർശ്വഫലമാണ് ഇതിനുള്ളത്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഖുർആനു ഹുവ ശിഫാഉ താമ്മു ലിജമീഇ അംറാദിൽ ഖുലൂബി വൽ അബ്ദാൻ. പരിശുദ്ധ ഖുർആൻ ശാരീരികവും മാനസികവുമായ സകല രോഗങ്ങൾക്കുമുള്ള പരിപൂർണ ശമനൌഷധമാണെന്നാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച വിശേഷണങ്ങളിൽ ഒന്നാണ് അത് ശിഫ, ശമനമാണ് എന്നുള്ളത്. അതിൽ ഉറച്ച ഈമാനും യഖീനും ഉണ്ടെങ്കിൽ ഒരു ചികിത്സയും തേടാതെ ഒരു മരുന്നും സമീപിക്കാതെ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിച്ചേക്കും. എന്തുകൊണ്ട് നമുക്കത് അനുഭവത്തിൽ തെളിയുന്നില്ല? നമ്മുടെ ഈമാനിലുള്ള ഉറപ്പും അതിൻ്റെ ഏറ്റക്കുറവനുസരിച്ചായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സബബുകളെ സ്വീകരിക്കുന്നിടത്ത് അള്ളാഹു നിശ്ചയിച്ച സബബുകൾ, അത് ശറഈയായതാകട്ടെ ഹിസ്സിയായതാകട്ടെ, ആളുകൾക്കിടയിൽ അറിയപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സയും മരുന്നും, ഇത് സ്വീകരിക്കുന്നവർ, ഇത് അനുവദനീയമല്ലേ? ഇത് അനുവദനീയമാണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അജ്ർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അള്ളാഹു നിശ്ചയിക്കാത്ത സബബിനെ തേടുന്നവർ. അള്ളാഹു സബബായി നിശ്ചയിക്കാത്ത കാര്യങ്ങളെ സബബായി തേടുന്നവർ. അങ്ങനെ ചെയ്യുന്നത് ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്കിന്റെ രൂപമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് കയ്യിലൊരു വേദന ഉണ്ടായി, തൊട്ടടുത്തുള്ള മൊയിലേരെടുത്ത് പോയി ചരടൂതി മന്ത്രിച്ചു കെട്ടി. ഈ ആ ചരട് തന്നെ എൻ്റെ വേദന മാറ്റും എന്നയാൾ വിശ്വസിച്ചാൽ വലിയ ഷിർക്കായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്കായി. അതല്ല, ഈ ചരട് ഒരു കാരണം മാത്രമാണ്. ഈ ചരട് കെട്ടിയത് കാരണമായി, ഈ ഉറുക്ക് കെട്ടിയത് കാരണമായി, ഏലസ് ബന്ധിച്ചത് കാരണമായി അള്ളാഹുവിന്റെ അസുഖം മാറ്റുന്ന വിശ്വസിച്ചാൽ അത് ഷിർക്ക് അസ്ഗറായി, ചെറിയ ഷിർക്കായി. കാരണം അള്ളാഹ് അസുഖം മാറ്റും, പക്ഷെ ഇതൊരു കാരണമാണ്. എന്തുകൊണ്ട് അത് ഷിർക്ക് അസ്ഗറായി? അള്ളാഹു നിശ്ചയിക്കാത്ത ചരടിനെ അവൻ കാരണമായി സ്വീകരിച്ചു, അള്ളാഹു നിശ്ചയിക്കാത്ത ഉറുക്കിനെ അവൻ കാരണമായി നിശ്ചയിച്ചു. അല്ലേ? വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, രാവിലെ ജോലിക്ക് പുറപ്പെടുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? തലവഴി കാല് വരെ ഒഴിഞ്ഞിട്ട് നാണയത്തൊട്ട് എന്ത് ചെയ്യും?
നേർച്ചപ്പെട്ടിയിൽ അല്ലെങ്കിൽ വീട്ടിൽ നിശ്ചയിച്ച ഇന്ന മക്കാമിലേക്കോ ഇന്ന ജാറത്തിലേക്കോ വേണ്ടി കരുതി വെച്ചിട്ടുള്ള ആ നേർച്ചക്കുറ്റിയിൽ എന്ത് ചെയ്യും? ഈ പൈസ ഇടും. അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വല്ല ജാറുണ്ടെങ്കിൽ അവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ സംഭാവനയായിട്ടിടും. എന്താണ് അവർ വിശ്വസിക്കുന്നത്? ഞാൻ ഈ സംഭാവന ചെയ്തത്, ഞാൻ ഈ നേർച്ചയാക്കിയത് എൻ്റെ തുടർന്നുള്ള മുന്നോട്ടിട്ടുള്ള എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ആവശ്യം അത് നന്നാവാനൊരു കാരണമാകും. അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടോ സബബ്? ഇല്ല. അള്ളാഹു നിശ്ചയിച്ച സബബ് എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ച് ബരമേൽപ്പിച്ച് ദുആ ചെയ്ത് പുറത്തിറങ്ങാനാണ് അള്ളാഹു നിശ്ചയിച്ച സബബ്. ആ സബബ് എന്താണ്? സബബുൻ ശർഈ. ഇതോ സബബുൻ ഗൈറു ശർഈ, അള്ളാഹു നിശ്ചയിക്കാത്ത സബബാണ്. അപ്പൊ അള്ളാഹു നിശ്ചയിക്കാത്ത കാരണമായി സ്വീകരിച്ചാൽ ശിർക്ക് അസ്ഗർ. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അള്ളാഹിനോട് ദുആ ചെയ്യാൻ ഇടയിൽ ആരെങ്കിലും വെക്കേണ്ട ആവശ്യമുണ്ടോ? മധ്യവർത്തികളെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ശുപാർശകരെ സ്വീകരിക്കാൻ ആവശ്യമുണ്ടോ? അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് മുൻനിർത്തി അള്ളാഹിനോട് തേടേണ്ട ആവശ്യമുണ്ടോ? തേടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനോട് തേടുമ്പോൾ ഇടയിലാളെ വെച്ച് അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് മുൻനിർത്തി അള്ളാഹിനോട് തേടുക എന്നുള്ളത് അള്ളാഹു നിശ്ചയിക്കാത്ത സബബാണ്, തവസ്സുലാണ്. അത് ശിർക്ക് അസ്ഗറാണ്. ഇനി നേർക്ക് നേരെ ഇവരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് അള്ളാഹുവെ നിന്നോട് ഞാൻ തേടുന്നു എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് അസ്ഗറാണ്. അവരോട് നേർക്ക് നേരെ തേടിയാലോ ശിർക്ക് അക്ബറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബർ. ഇതാണ് രണ്ടാമത്തെ രൂപം. അള്ളാഹു നിശ്ചയിക്കാത്ത സബബിനെ സ്വീകരിച്ചാൽ അതെന്തോ ആകട്ടെ, അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു കാരണത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് കുട്ടി ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹം. അള്ളാഹു അതിനെ നിശ്ചയിച്ച സബബ് എന്താണ്? അത് ഉറഫിലും അതുപോലെ തന്നെ ശർഇലും അറിയപ്പെട്ടതാണ് വിവാഹബന്ധം എന്നുള്ളത്. വിവാഹം കഴിക്കാൻ പറ്റില്ല, കുട്ടിയെ കിട്ടണം, അവിഹിത ബന്ധം സ്ഥാപിച്ചു. ശിർക്ക് ഹറാമാണത്. അതിലൂടെ അവൻ ആ കുട്ടിയെ പ്രതീക്ഷിച്ചാൽ അത് ശിർക്ക് അസ്ഗറാണ്. അള്ളാഹു സ്വീകരിക്കാത്ത സബബിനെ സ്വീകരിച്ചു. ശരി, മൂന്നാമത്തെ ഇനം, നമ്മൾ സ്വീകരിക്കുന്ന ഏതൊരു കാരണവും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നേട്ടം നേടിത്തരാൻ അതിന് സ്വയം കഴിവുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചികിത്സക്ക് മരുന്ന് തേടി, ആ മരുന്നാണ് എൻ്റെ അസുഖം മാറ്റുന്നത്. ഇനി ശർഈയായ സബബിനാകട്ടെ, മന്ത്രിക്കാൻ പറഞ്ഞല്ലോ, ആ മന്ത്രം അതാണ് എൻ്റെ അസുഖം മാറ്റുന്നത്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികളിൽ സ്ഥിരപ്പെട്ട നാട്ടുവൈദ്യമുണ്ട്. കരിഞ്ജീരകം, തേൻ, ഖുസ്തുൽ ഹിന്ദ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച മരുന്നുകളുണ്ട്. അത് സ്വയം എൻ്റെ അസുഖം മാറ്റുന്നു. എനിക്ക് വയറിനൊരു അസുഖമുണ്ട്, ഞാൻ തേൻ കഴിക്കുന്നു, ആ തേൻ എൻ്റെ അസുഖം മാറ്റിയെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കുൻ അക്ബറായി. ആ തേനിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? നമ്മൾ ഖുർആൻ അതിലെ സൂറത്തുകൾ, അവസാനത്തെ 3 സൂറത്തുകൾ ഊതി തടവി മന്ത്രിച്ചു, ആ ഖുർആൻ എൻ്റെ അസുഖം മാറ്റുമെന്ന് വിശ്വസിച്ചാലോ, അതിന് സ്വയം അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്ക് അക്ബറായി. കാരണം അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യമാണത്. അള്ളാഹുവിനെ നമ്മുടെ അസുഖം മാറ്റാൻ ഇതൊരു കാരണം മാത്രമാണ്. അപ്പൊ കാരണങ്ങൾക്ക് സ്വയം കഴിവുണ്ട്, അതിന് സ്വയം നമുക്ക് ഉപകാരം നൽകാനോ ഉപദ്രവം തടയാനോ ശേഷിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതെന്തായി? ഷിർക്കുൻ അക്ബറായി. അപ്പൊ ഇതാണ് കാരണങ്ങളെ സമീപിക്കുന്നിടത്ത് സംഭവിക്കുന്ന 3 രീതികൾ. ഒന്ന്, അതിന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് അക്ബറായി. സ്വയം കഴിവില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതുകൊണ്ട് കാര്യം നേടിത്തരുന്നത്. പക്ഷെ അല്ലാഹ് നിശ്ചയിക്കാത്ത സബബാണ്, നമ്മൾ നേരത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞു. എങ്കിൽ പോലും അത് ശിർക്ക് അസ്ഗറായി, ചെറിയ ശിർക്കായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ശർഈയായ, അതല്ലെങ്കിൽ നാട്ടിലോ നമ്മുടെ അനുഭവങ്ങളിൽ അറിയപ്പെട്ട എന്തെങ്കിലും കാരണം സ്വീകരിച്ചാൽ അത് അനുവദനീയമായി. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു മസാല. ഇനി നമ്മൾ കഴിഞ്ഞ ദർസിൽ അൽ ഖൗഫ് എന്ന ഇബാദത്തിന്റെ സ്തംഭങ്ങളിൽപ്പെട്ട നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പാലിക്കേണ്ടുന്ന ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനോടുള്ള ഭയം, അതിനെപ്പറ്റി നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിനോടുള്ള ഭയം അത് ഖൗഫു തഅലീം, അതുപോലെ തന്നെ ഖൗഫുൽ ഇബാദ എന്നെല്ലാം അതിനെ വിളിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ശർആക്കപ്പെട്ട ഖൗഫ്.
അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും ആദരവോടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പവും അവന്റെ ഗാംഭീര്യവും അവന്റെ പ്രതാപവും അവന്റെ മഹത്വമെല്ലാം ഉൾക്കൊണ്ട് അവനെ ഭയപ്പെടുക. അതുപോലെ തന്നെ അവന്റെ ശിക്ഷയെ ഭയപ്പെടുക. അവൻ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാതെ നമ്മെ കൈയൊഴിയുമോ, നമ്മൾ നഷ്ടക്കാരാകുമോ എന്ന് ഭയപ്പെടുക. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അവൻ ശിക്ഷിക്കും എന്ന് ഭയപ്പെടുക. ഇതാണ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന രഹസ്യമായ സിറിയായ തഅലീമിന്റെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഖൗഫ്. ഇത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അത് ശിർക്ക് അക്ബറാണ്. അതുപോലെ തന്നെ ഹറാമായ ഖൗഫിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് ഹറാമായ ഖൗഫ്? ഹറാമായ ഖൗഫിന് എന്താ നമ്മൾ ഉദാഹരണം പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമുക്ക് ഓർമ്മ വേണം. അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയില്ലാതെ പേടി കൊണ്ട് മാത്രം അവനെ ഇബാദത്ത് ചെയ്യാം. അത് ഹറാമായ ഖൗഫാണ്, പേടിയാണ്, ഭയമാണ്. അള്ളാഹുവിന്റെ കൂലിൽ പ്രതീക്ഷയില്ല. എന്തിനാ ഞാൻ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒഴിവാക്കിയാൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കും. എന്നാൽ ഇത് ഞാൻ ചെയ്താൽ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുന്ന പ്രതീക്ഷ അവനില്ല. പ്രതീക്ഷയില്ലാത്ത പേടി, അള്ളാഹുവിന്റെ കൂലിയിൽ പ്രതിഫലത്തിൽ പ്രതീക്ഷയില്ലാതെ, സ്വർഗം മോഹിക്കാതെ നരകത്തെ മാത്രം പേടിച്ച് അവന്റെ ശിക്ഷയെ മാത്രം പേടിച്ച് ഇബാദത്ത് ചെയ്യുക, അത് ഹറാമായ ഖൗഫാണ്. ഒരേ സമയം ഖൗഫും റജാഉം സന്തുലിതമാകണം. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് നമ്മൾ വരും. ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് റജാഇനെ പറ്റിയാണ്, പ്രതീക്ഷയെ പറ്റിയാണ്. അപ്പൊ ഇതാണ് ഹറാമായ പേടി. ഇനി നമുക്ക് അനുവദനീയമായ പേടിയുണ്ട്. അതെന്താ? ഖൗഫു തബീഇ, ഖൗഫുൽ ജിബില്ലി എന്ന് പറയും. എന്താണ് ഖൗഫുൽ ജിബില്ലി, ഖൗഫു തബീഇ? അനുവദനീയമായ പേടി. ക്ഷുദ്രജീവികളെ പേടിക്കുക, ശത്രുക്കളെ പേടിക്കുക, അതുപോലെ തന്നെ ചിലർക്ക് ഇരുട്ടിനെ പേടി ഉണ്ടാവും. ഇതൊക്കെ പാമ്പിനെ പേടി, അല്ലേ? പാമ്പിനെ പേടി ഉണ്ടോ മോനെ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള പേടി അനുവദിക്കപ്പെട്ട പേടിയാണ്. ഇത് പ്രകൃതിപരമായ മനുഷ്യനുണ്ടാകുന്ന പേടിയാണ്. പക്ഷെ ഈ പേടി എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് നിർബന്ധമായ ബാധ്യതകൾ. ഇപ്പൊ രാത്രി ഇരുട്ടിനെ പേടിയാന്ന് പറഞ്ഞിട്ട് മഗ്രിബ് വാങ്ങിക്കൊടുത്ത പിന്നെ മൂപ്പരെ പുറത്തേക്ക് കാണില്ല, വീടിന്റെ ഉള്ളിൽ മൂലൊക്കെ അടച്ചുപൂട്ടിയിരിക്കും. മഗ്രിബ് ഇശാ നിസ്കാരം തന്നെ ഉണ്ടാവില്ല. പുരുഷനാണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കണം, പുറത്തിറങ്ങൂല. അവന്റെ നിർബന്ധമായ ബാധ്യതകൾ അതെന്ത് ചെയ്യൂല? പാലിക്കില്ല. അത് ഹറാമായ പേടിയിലേക്ക് വരും. നമുക്ക് അള്ളാഹുവിനെ അനുസരിക്കേണ്ടുന്ന നിർബന്ധമായ നമ്മുടെ ബാധ്യതകൾ, അതിൽ വീഴ്ച വരുത്തുന്ന സൃഷ്ടികളോടുള്ള പേടി. ഇപ്പൊ ഒരു കാര്യം അള്ളാഹു വാജിബാക്കിയ ഒരു കാര്യം, അത് പ്രവർത്തിക്കാൻ വീട്ടിലുള്ളവരെ പേടിക്കുക, നാട്ടുകാരെ പേടിക്കുക, അല്ലേ? 5 നേരം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മസ്ജിദിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ ആ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും? എന്നെ ചാപ്പ കുത്തും, എന്നെ ബ്രാൻഡ് ചെയ്യും, അതുകൊണ്ട് പോണില്ല. അതല്ലെങ്കിൽ താടി നീട്ടൽ, താടി വളർത്തുക എന്നുള്ളത് പുരുഷന്മാർക്ക് നിർബന്ധമായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഏകോപിച്ച് അഭിപ്രായപ്പെട്ട മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണെന്ത്? പുരുഷന്മാർ താടി വെക്കുക എന്ന് നിർബന്ധമാണ്. താടി വടിക്കൽ ഹറാമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകൾ യോജിച്ച കാര്യമാണ്. സംഗീതം, മ്യൂസിക്, വാദ്യോപകരണങ്ങൾ ഹറാമാണ്. വീട്ടിൽ കല്യാണത്തിന് ഗാനമേള അനുവദിച്ചു കൊടുത്തു. സ്വന്തം കല്യാണമാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ഹറാമാണെന്ന്. പക്ഷേ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ ഹറാമ് ഞാൻ അനുവദിച്ചു. സ്ത്രീധനം ഹറാമാണ്. വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് വിലക്കിയ സ്ത്രീധനം വീട്ടുകാരെ പേടിച്ചു ഞാൻ ഹലാലാക്കി. ഹറാം. ഇതാണ് വിലക്കപ്പെട്ട ഖൗഫ്. താടി നീട്ടാൻ, താടി വളർത്താൻ പേടി നാട്ടുകാരെ, വീട്ടുകാരെ, കുടുംബക്കാരെ, കൂട്ടുകാരെ, അവരെ പേടി, അവരെ ചോദ്യം ചെയ്യൽ, അവരെ കളിയാക്കൽ, അവരെ പരിഹാസം. അള്ളാന്റെ ശിക്ഷയല്ല പേടി. ഇതാണ് ഹറാമായ പേടി. അപ്പോ നമ്മുടെ പ്രകൃതിപരമായ പേടി അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലേക്കോ, ഒരു വാജിബ് ഒഴിവാക്കുന്നതിലേക്കോ, ഒരു ഹറാമ് ചെയ്യുന്നതിലേക്കോ. അക്കൗണ്ടിംഗ് ആണ് പഠിച്ചത്, അക്കൗണ്ടൻസിയാണ് പഠിച്ചത്. സി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ബാങ്കിലെ ജോലി കിട്ടും. ബാങ്കുമായി ബന്ധപ്പെടുന്ന ജോലിയെല്ലാം പലിശയുമായി നമ്മൾ ബന്ധപ്പെടേണ്ടി വരൂലേ? എന്നെക്കാൾ ഈ വിഷയം അറിയുന്നവർ എൻ്റെ മുമ്പിലുണ്ടാകും, ബന്ധപ്പെടേണ്ടി വരൂലേ? പക്ഷേ പഠിച്ച ജോലി തന്നെ ചെയ്യണം എന്ന വീട്ടുകാരെ നിർബന്ധം ഇല്ലെങ്കിൽ വീട്ടുകാരെ ഭീഷണി പേടിച്ച് അള്ളാഹു വിലക്കിയ ഹറാം പ്രവർത്തിക്കുന്നു. ലാ തഅത ലിൽ ഖൽഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു പടപ്പിന് അനുസരണയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് ശരിക്കും എഴുതി നമ്മളെ വീട്ടിൽ ഒട്ടിക്കേണ്ട ഒരു ആപ്തവാക്യം പോലെ ഒട്ടിക്കേണ്ട ഒരു ഹദീസായി ഞാൻ പറയും. നമ്മളെ വീട്ടിൽ വരുന്നവരും
വീട്ടിലെ കുട്ടികളും മുതിർന്നവരെല്ലാവരും കാണുന്ന രൂപത്തിൽ ഇതൊന്ന് എഴുതി വെക്കണം. പലതും നമ്മൾ എഴുതി ഒട്ടിച്ചു വെക്കലുണ്ടല്ലോ. ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരണം. ലാ ത്വാഅത ലിൽ ഖൽഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ റബ്ബിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ മഖ്ലൂഖായ ഒരു പടപ്പിന് അനുസരണമില്ല. അതുകൊണ്ട് അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഏത് വാപ്പ പറഞ്ഞാലും, ഏത് ഹോജ പറഞ്ഞാലും, ഏത് ഷെയ്ഖ് പറഞ്ഞാലും, ഏത് മുഫ്തി പറഞ്ഞാലും, ഏത് മൗലാന പറഞ്ഞാലും, ഏത് മൗലവി പറഞ്ഞാലും, ഏത് മൊയ്ലിയർ പറഞ്ഞാലും അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു പടപ്പിനും അനുസരണമില്ല. അത് അവരെ പേടിച്ചിട്ടാണെങ്കിൽ ആ പേടി ഹറാമാണ്. ഇതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ഇനി എന്താണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ ഖൗഫ് എന്ന ഖൽബ് കൊണ്ടുള്ള ഇബാദത്തിന് തെളിവായി ഇവിടെ കൊണ്ടുവന്ന ആയത്ത് ഏതാണ്? ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. ഏത് സൂറത്തിലായത്താ? ആല ഇമ്രാനിലെ ആയത്ത്. എത്രാമത്തെ ആയത്താ? 125. 125 അല്ലേ? 175-ാമത്തെ ആയത്ത്. എൻ്റെ ആയത്ത് നമ്പർ ഇല്ല. അപ്പൊ സൂറത്ത് ആല ഇമ്രാനിലെ 175-ാമത്തെ ആയത്താണ് ഷെയ്ഖ് ഇതിനെ തെളിവായി കൊണ്ടുവന്നത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഫലാ തഖാഫൂഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലാ തഖാഫൂഹും ഇന്നമാ യുഖവ്വിഫുക്കും. എന്താണ് ആയത്തിന്റെ തുടക്കം സാർ? ആയത്തിന്റെ തുടക്കം ഇന്നമാ യുഖവ്വിഫുക്കും അശ്ശൈത്താനു ഇന്നമാ ദാലികും അശ്ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളെ പേടിപ്പിക്കുന്നത് സൃഷ്ടികളെ കൊണ്ട്, അതുപോലെ തന്നെ ശൈത്താൻ അവന്റെ അനുയായികളെ കൊണ്ട്, സൃഷ്ടികളിൽപ്പെട്ട അവന്റെ കക്ഷിക്കാരെ കൊണ്ട്, ശൈത്താൻ അവന്റെ ഔലിയാക്കളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കും. അപ്പൊ അല്ലാഹ് അല്ലാത്തവരെ നിങ്ങളെ പേടിപ്പിക്കുന്നത് ഇന്നമാ ദാലികും ശൈത്താൻ, ശൈത്താൻ മാത്രമാണ്. യുഖവ്വിഫു ഔലിയാഅഹു, അവനവന്റെ കൂട്ടാളികളെ, അവന്റെ മിത്രങ്ങളെ, സൃഷ്ടികളിൽപ്പെട്ട അവനെ പോലെയുള്ള പിശാചുക്കളെ. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവും മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞില്ലേ സൂറത്തുന്നാസിൽ. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവും ശൈത്താന്മാർ, അതുപോലെ തന്നെ സാക്ഷാൽ ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ടാകും. അവരെ കൊണ്ടെല്ലാം നിങ്ങളെ പേടിപ്പിക്കുന്നവൻ ശൈത്താനാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ഫലാ തഖാഫൂഹും, അവരെയൊന്നും, ശൈത്താനെയും അവന്റെ കൂട്ടാളികളെയും അവരോട് സമാനരായ മനുഷ്യന്മാരെ നിങ്ങൾ പേടിക്കരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഈ പേടി ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പേടിയാണ്. ആദരവോടെ, ബഹുമാനത്തോടെ, രഹസ്യമായി, ഗോപ്യമായി, അദൃശ്യമായി പേടിക്കുന്ന പേടിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതാർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞു, സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോടുള്ള പേടി എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നുവോ അത്ര കൊണ്ട് മറ്റുള്ളവയോടുള്ള പേടി, പടപ്പുകളോടുള്ള പേടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കുറയും. അത് ഈ പറഞ്ഞ ഖൗഫു ത്വബീഇ ആണെങ്കിലും ശരി, പ്രകൃതിപരമായി ഇപ്പൊ പാമ്പിനെ പേടിക്കുക, ഇരുട്ടിനെ പേടിക്കുക, ശത്രുവിനെ പേടിക്കുക, ഈ പേടിയൊന്നൊരു പേടിയല്ലാതാവും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള പേടി വർദ്ധിക്കുന്നിടത്തോളം. അള്ളാഹുവിനോടുള്ള പേടി എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുറയുന്നു അത്ര കൊണ്ട് മറ്റുള്ളവരോടുള്ള പേടി നമുക്ക് കുറയും. നമ്മളൊന്ന് കൽവിൽ പരിശോധിച്ച് നോക്കുക, നമുക്ക് അള്ളാഹിനോടുള്ള പേടിയാണോ അതല്ല പടപ്പുകളോടുള്ള പേടിയാണോ അധികം നമ്മുടെ കൽബിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഭയം അത് വർദ്ധിക്കുന്നിടത്തോളം മറ്റുള്ളതിനോടുള്ള ഭയം നമുക്ക് കുറയും. അള്ളാഹു പറഞ്ഞു ഫലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ അവരെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. ഇൻ കുൻതും മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. ഇത്രയുമാണ് ഖൗഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തതായി ഇബാദത്തിന്റെ ഇനങ്ങളിൽ ശൈഖ് എണ്ണിയ കാര്യമാണ് അർറജാ. അർറജാ എന്താണ്? റജാ എന്ന് പറഞ്ഞാൽ, റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്ന് നമുക്ക് അർത്ഥം പറയാം. പണ്ഡിതന്മാർ റജാഇന്റെ നിർവചനമായി പറഞ്ഞു, തമഉൽ ഇൻസാനി ഫി അംരിൻ ഖരീബിൽ മനാൽ വഖദ് യകൂനു ഫി ബഈദിൽ മനാൽ തൻസീലൻ ലഹു മൻസിലത്തുൽ ഖരീബ്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സമീപസ്ഥമായി സംഭവിക്കാനുള്ള ആഗ്രഹം. ഇപ്പൊ സംഭവിക്കും, ഇപ്പൊ കിട്ടും. അതിനി ബഈദാണെങ്കിലും വിദൂരമാണെങ്കിലും അതടുത്ത് തന്നെ എനിക്ക്, വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ, മോഹം, അഭിലാഷം, അഭിവാഞ്യ, ആഗ്രഹം എന്നൊക്കെ പറയാം. ഉദാഹരണത്തിന് നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കുന്നു. സ്വർഗം എന്നത്, സ്വർഗത്തിലേക്ക് എത്താൻ ഇനി എത്ര നമ്മൾ യാത്ര ചെയ്യണം?
നമ്മുടെ മരണം സംഭവിക്കണം, ഖിയാമത്ത് നാൾ സംഭവിക്കണം, മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണം, മഹ്ശറയുണ്ട്, ഹിസാബുണ്ട്, സിറാത്ത് എന്ന പാലമുണ്ട്, അല്ലേ? അമലുകൾ തുലാസിലേറ്റപ്പെടും, നന്മതിന്മകൾ തൂക്കപ്പെടും, എന്നിട്ട് സ്വർഗനരകങ്ങൾ വിധിക്കപ്പെടും, അല്ലേ? ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് വിദൂരമാണ്. പക്ഷേ നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നത് സമീപസ്ഥമായി സംഭവിക്കുമെന്നാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെ വിദൂരമാണെങ്കിലും ഒരു സംഗതി പെട്ടെന്ന് സംഭവിക്കാനുള്ള ആഗ്രഹം, പ്രതീക്ഷ, അഭിവാഞ്ഞ, ഇതിനാണ് റജാ എന്ന് പറയാ. ഭാഷയിൽ അതിന്റെ അർത്ഥം ഇതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഭയപ്പെടേണ്ടുന്ന അർറജാഉ ശർഈ, റജാഉൽ ഇബാദ, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു റജാഉൽ മുതളമ്മിനു ലിദ്ദുല്ലി വൽ ഖുദൂ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അള്ളാഹുവിന് അടിയറവ് വെക്കുന്ന പ്രതീക്ഷ. അത് അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാവൂ. ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ വഹുസ്നു ദ്വന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. അവൻ എന്നെ സംരക്ഷിക്കും, അവൻ എനിക്ക് പുറത്തു നൽകും, അവൻ എനിക്ക് നൽകിയ വാഗ്ദാനം അതവൻ നിറവേറ്റും. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹുവിന്റെ വാക്കുകൾ അവൻ ലംഘിക്കുകയില്ല. അള്ളാഹുവിന്റെ ഔദാര്യം, അവന്റെ കാരുണ്യം, അവൻ നൽകുന്ന പ്രതിഫലം, കൂലി, അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, അള്ളാഹുവിന്റെ മഹത്തായ വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള സന്തോഷം, ഇതൊക്കെയാണ് അള്ളാഹുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ പറയുന്നു വഹുവ ഇബാദത്തുൻ അദീമ, ഈ റജാ പ്രതീക്ഷ എന്നത് മഹത്തായ ഇബാദത്താണ്. ബൽ മാ ത്വാബത്തിൽ ഇബാദത്തു വല സൈറു ഇലല്ലാഹി ബില്ലാ ബിഇബാദത്തിർ റജാ, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ഒരടിമ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരടിമ, അവന്റെ ഇബാദത്തുകൾ ഭംഗിയാകണമെങ്കിൽ, അവന്റെ മനോഹരമാകണമെങ്കിൽ റജാ, അള്ളാഹുള്ള പ്രതീക്ഷ കൊണ്ടല്ലാതെ അതിന് ഭംഗി ലഭിക്കുകയില്ല, അതിന് സൗന്ദര്യം ലഭിക്കുകയില്ല. ലൗല റജാഉ ലതകദ്ദറത്തിൽ അൻഫുസ്, പ്രതീക്ഷ എന്ന കൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്തില്ല എങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, അവന്റെ തൗഫീഖ്, അവന്റെ കാരുണ്യം, ഇവിടെ എന്ത് നഷ്ടപ്പെട്ടാലും സ്വർഗത്തിൽ കണക്കില്ലാതെ അവൻ വാരിക്കോരി നൽകുന്ന സുഖാനുഭൂതികൾ, ഇതിലുള്ള പ്രതീക്ഷയില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്തായിരിക്കും? അൽഹംദുലില്ലാഹ്, ഈ പ്രതീക്ഷയിലുള്ള ഒരു മുസ്ലിമിന്റെ ജീവിതം, അവന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏതു പരീക്ഷണത്തിന്റെ തീച്ചൂളയിലും അവൻ കാലിടറാതെ അസ്വസ്ഥനാകാതെ പ്രതീക്ഷ കൈവിടാതെ നിരാശയില്ലാതെ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് ചിന്ത പോലും അഴിച്ചുവിടാതെ അവൻ സ്ഥൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്നത്, അവന്റെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കുന്നത് അള്ളാഹുള്ള പ്രതീക്ഷ കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയങ്ങൾ അസ്വസ്ഥമാകാതിരിക്കണമെങ്കിൽ അള്ളാഹുള്ള പ്രതീക്ഷ വേണം. വലാ സൗവദത്തിൽ ഖുലൂബ്, ഖൽബുകൾ നേരെയാവണമെങ്കിൽ അള്ളാഹുള്ള പ്രതീക്ഷ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷ, അവനെക്കുറിച്ചുള്ള നല്ല വിചാരം, അവന്റെ അടുക്കൽ അവൻ ഒരുക്കി വെച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള മോഹം, ഇതാണ് യഥാർത്ഥത്തിൽ റജ എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കാൻ, നന്മകൾ ചെയ്യാൻ, അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമ്മുടെ ഹൃദയം വിശാലമാകും. ഈ പ്രതീക്ഷ ഹൃദയത്തിലില്ലെങ്കിലോ തോന്നിയതുപോലെ ജീവിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. അതുകൊണ്ട് റജാ എന്നുള്ളത്, പ്രതീക്ഷ എന്നുള്ളത് മഹത്തായ ഇബാദത്താണ്. മാത്രവുമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിലേക്കുള്ള സൂചന തന്നിരുന്നു, ഇബാദത്തിന്റെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരടിമയുടെ ഇബാദത്തിന്റെ അടിസ്ഥാനം, അതായത് ഖൽബ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ അടിസ്ഥാനമാണ് അൽ ഖൗഫു വർ-റജാഉ വൽ മഹബ്ബ, അള്ളാഹുവിനുള്ള പേടി, അവനുള്ള പ്രതീക്ഷ, അള്ളാഹുവിനോടുള്ള അപരിമേയമായ സ്നേഹം. ഇത് മൂന്നുമാണ് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ഒരടിമയെ അവനിലേക്ക് ചലിപ്പിക്കുന്ന ചാലകശക്തി. ഇബാദത്തിന്റെ സ്തംഭങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും. നമ്മൾ നിസ്കരിക്കുന്നു, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഈ ഇബാദത്തുകളിൽ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകളുടെ സ്തംഭമായ മൂന്ന് കാര്യങ്ങൾ. ഒരാൾ നിസ്കരിക്കുകയാണ്, അവൻ അള്ളാന്റെ കൂലി പ്രതീക്ഷയില്ല, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയില്ല, അള്ളാഹിനോടുള്ള സ്നേഹമില്ല, അവന്റെ ഇബാദത്ത് വെറും യാന്ത്രികമായി തീരും. ഇബാദത്തിന് എന്ത് ജീവനാണുള്ളത്? പലപ്പോഴും നമ്മളെ ഇബാദത്തുകളെ നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്ത് നോക്ക്.
ഈ 3 ഗുണങ്ങളും, അള്ളാഹുള്ള പ്രതീക്ഷ, അവനിലുള്ള ഭയം, അവനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അത് പ്രകടിപ്പിക്കാനുള്ള ശാരീരിക അവയവങ്ങൾ കൊണ്ട് അതിലൂടെ അവന് കീഴ്പ്പെടാനുള്ള ആ മഹത്തായ ഇബാദത്ത്, അത് നമുക്കെപ്പോഴും അതിന്റെ പൂർണ്ണതയിൽ കാഴ്ചവെക്കാൻ സാധിക്കാറുണ്ടോ? സാധിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഇബാദത്ത് മനോഹരമാകും, ഭംഗിയാർന്നതാകും, സമ്പന്നമായി തീരും. പണ്ഡിതന്മാർ ചില പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞു, അള്ളാഹുലേക്ക് സഞ്ചരിക്കുന്ന ഒരടിമ, അവനെ ഒരു പക്ഷിയോട് നമുക്ക് ഉപമിക്കാൻ സാധിക്കും. ഒരു പക്ഷി ഉറങ്ങുന്നുണ്ടോ ആരെങ്കിലും? അള്ളാഹുലേക്ക് സഞ്ചരിക്കുന്ന ഒരടിമ അവനൊരു പക്ഷിയോട് ഉപമിക്കുകയാണെങ്കിൽ ആ പക്ഷിയുടെ തലയ്ക്ക് സമാനമാണ്. ആ പക്ഷിയുടെ തല, അതിനെ നമുക്ക് അള്ളാഹുവിനോടുള്ള അവന്റെ സ്നേഹത്തെ ഉപമിക്കാം. മഹബ്ബ. ആ പക്ഷിക്ക് 2 ചിറകുകളുണ്ട്. അതിലൊരു ചിറക് ഖൗഫും മറ്റൊരു ചിറക് റജാഉമാണ്. അല്ലേ? ഒരു പക്ഷിയുടെ തലയിറത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് ജീവിതമില്ല. ജീവിതം ഉണ്ടാവും. ആ തലക്ക് ഉപമിച്ചു, തലയോട് ഉപമിച്ചു അള്ളാഹുവിനോടുള്ള സ്നേഹം. അള്ളാഹുവിനോട് സ്നേഹമില്ല ഒരാൾക്ക്, അവൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, എന്താണ് കാര്യം? അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല അവൻ ചെയ്യുന്നത്. യാന്ത്രികമായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, ശാരീരിക വ്യായാമം പോലെ. അങ്ങനെയാണോ നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ? ചില മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ മുസ്ലിങ്ങൾക്ക് യോഗക്ക് സമാനമായ ശാരീരിക വ്യായാമ പ്രക്രിയയാണ് പോലും 5 നേരത്തെ നിസ്കാരം. എന്നിട്ട് ചില മുസ്ലിം നാമധാരികളായ ബിഷഗ്ഗരന്മാർ, മുറിവൈദ്യന്മാർ പറയും, ശരിക്കും നിസ്കരിച്ചാൽ തന്നെ ശരിയാണ്, ആത്മീയമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്കുണ്ടാകും, രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഇല്ലാതാകും. പക്ഷേ ശാരീരികമായ യോഗക്കും മറ്റ് നമ്മൾ കാണിക്കുന്ന മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ എക്സസൈസ്, അതിന് സമാനമാണ് നിസ്കാരം എന്ന് പറഞ്ഞതിന് അത് ഏറ്റുപാടാനും അത് ഏറ്റുപിടിക്കാനും മുസ്ലിം നാമധാരികളായ മുറിവൈദ്യന്മാർ നമ്മുടെ സമൂഹത്തിൽ നാക്കിട്ടടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാണോ ഇബാദത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ? ഉള്ളിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം, പ്രതീക്ഷ, ഭയം, ഇതില്ലാത്ത ഇബാദത്ത് എന്ത് ഇബാദത്താണ്? ആ ഇബാദത്ത് ജീവനില്ലാത്ത ഇബാദത്തായി മാറും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു പക്ഷിയുടെ തലയറുത്താൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അതുപോലെയാണ്. അതില്ലെങ്കിൽ അവൻ അള്ളാഹുലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല, അള്ളാഹുലേക്ക് അവൻ എത്തുകയില്ല. ഇനി ആ പക്ഷിയുടെ 2 ചിറകുകൾ ഖൗഫും റജാഉമാണ്. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലെങ്കിൽ എന്തായിരിക്കും? അവന്റെ ജീവിതത്തിൽ തിന്മകൾ വർദ്ധിക്കും. അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയില്ലാത്തതുകൊണ്ടാണ് ആളുകൾ തിന്മ ചെയ്യുന്നത്, ആളുകളുടെ ജീവിതത്തിൽ തിന്മ വർദ്ധിക്കുന്നത്. ഒരു ചിറകറ്റ പക്ഷിയെ പോലെയായിരിക്കും. ആ പക്ഷിയുടെ സഞ്ചാരം പിന്നെ എത്ര കാലം ഉണ്ടാവും മുന്നോട്ട്? ഒരു ചിറകറ്റുപോയ പക്ഷിയുടെ സഞ്ചാരം കഷ്ടിമുഷ്ടിയായിരിക്കും. ഇനി മറുചിറകാണ് പ്രതീക്ഷ. ഒരാൾക്ക് പ്രതീക്ഷ ഏറ്റുപോയാൽ എന്താ സംഭവിക്കുക? അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പ്രതീക്ഷയിൽ നന്മ ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല. എന്തിനാണ് നമ്മൾ നന്മ ചെയ്യുന്നത്? ഈ നന്മക്ക് തക്കതായ പ്രതിഫലമുണ്ട്, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ മരിക്കാതെ അത് സുഖിച്ചാസ്വദിക്കാം. ഈ പ്രതീക്ഷയല്ലേ നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അല്ലേ? ഈ പ്രതീക്ഷയില്ലെങ്കിൽ എങ്ങനെയാണ് അവൻ നന്മ ചെയ്യുക? എന്തിന് നമ്മൾ തിന്മകൾ ഒഴിവാക്കുന്നു? അള്ളാഹു ഒരുക്കി വെച്ച ശിക്ഷയുണ്ട്, നരകമുണ്ട് എന്ന പേടിയാണ്. ഈ പേടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തിന്മകൾ നമുക്ക് അകലം പാലിക്കാൻ സാധിക്കുക? ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമ്മെ നയിക്കുന്ന, അതിനു മുകളിൽ ശിരസായി ഉയർന്നു നിൽക്കേണ്ടുന്ന അള്ളാഹുവിനോടുള്ള സ്നേഹം, അതും അവിടെ സമ്മേളിക്കണമെങ്കിൽ നമ്മുടെ ഇബാദത്ത് മനോഹരമാകും. ഇതാണ് പണ്ഡിതന്മാർ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് റജാഇനെ പറ്റിയാണ്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അതിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാമത്തെ കാര്യം. നമ്മൾ ഖൗഫിനെ പറ്റി പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിരുന്നു. അൽ ഈമാനു ബി അസ്മാഇല്ലാഹി വസിഫാതി. അള്ളാഹുവിന്റെ അത്യുത്കൃഷ്ടങ്ങളായ അസ്മാകൾ, അവന്റെ നാമങ്ങൾ, അതിലടങ്ങിയിട്ടുള്ള അവന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, ഇതിലുള്ള അടിയുറച്ച ഈമാനാണ്. എങ്ങനെയാണ് ആ ഈമാൻ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 100 കുറവ് 99 ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. ആരാണോ അതിനെ ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഹദീസിൽ അള്ളാഹുവിന് 99 അസ്മാഉൽ ഹുസ്ന ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഹദീസ്
തെളിവ് പിടിച്ചുകൊണ്ട് ചിലർ പറയും അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്ന ആകെ 99 ഉള്ളൂ, 99 കൂടുതലില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് തെറ്റാണ്, അത് അബദ്ധമാണ്. ഈ ഹദീസിൽ പറഞ്ഞത് അള്ളാഹുവിന് 99 അസ്മാകളെ ഉള്ളൂ എന്നല്ല, അള്ളാഹുവിന് പ്രത്യേകമായ 99 അസ്മാകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്റെ കയ്യിൽ 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ പൈസ എൻ്റെ അടുത്തില്ല എന്നർത്ഥമുണ്ടോ? എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ ആ 100 മാത്രമേ എൻ്റെ കയ്യിലുള്ളൂന്നുണ്ടോ? ആ 100 ഇന്ന ആൾക്ക് കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനുള്ളതാണ്. അതുപോലെ അള്ളാഹുവിന്റെ അസ്മാകളിൽ പ്രത്യേകമായ 99 നാമങ്ങളുണ്ട്. അതിനൊരാൾ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണ് ഇഹ്സാ ചെയ്താൽ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, ഈ 99 നാമങ്ങൾ ഏതൊക്കെയാണെന്ന് അവൻ മനസ്സിലാക്കും. എവിടുന്ന് മനസ്സിലാക്കും? ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നും അവൻ മനസ്സിലാക്കും. അതിന്റെ അർത്ഥം എന്താണ് എന്ന് അവൻ ഗ്രഹിക്കും, അത് മനഃപ്പാഠമാക്കും. അതിന്റെ ആശയം അവൻ ഉൾക്കൊണ്ട് ആ താല്പര്യത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കും, അതനുസരിച്ച് അവൻ ജീവിക്കും. എങ്ങനെയാണ് അള്ളാഹിന്റെ അസ്മാ അനുസരിച്ച് നമ്മൾ ജീവിക്കുക? എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മാണ് അൽ അലീം. അൽ അലീം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഇത് പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കാം. അൽ അലീം എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു? അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നവനാണ്. തെറ്റിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. എന്താണ് അള്ളാഹുവിന്റെ ഇൽമിന്റെ പ്രത്യേകത? നമ്മളിൽ പലരും അറിയുന്നവരാണല്ലോ. ഞാൻ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരു വേള നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യും. ഇവിടെ ഒരറിവില്ലാത്ത ഒരാളുമില്ല. ഒരർത്ഥത്തിൽ നമ്മളും അറിവുള്ളവരാണ്. നമുക്കും ഇൽമി എന്നുള്ള വിശേഷണമുണ്ട്. എന്നാൽ അള്ളാഹുലേക്ക് അത് ചേരുമ്പോൾ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി, സമ്പന്നമായി, സമ്പൂർണമായി എങ്ങനെയാണ് അത് നിലനിൽക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിന് മുൻപിലൊരു ജഹല് ഉണ്ടായിട്ടില്ല. അജ്ഞത എന്ന ഒരു ഗുണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിന് മുമ്പുണ്ടായിട്ടില്ല. നമ്മൾ അറിഞ്ഞതോ? അറിവില്ലായ്മ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവന്നത് ഒന്നും അറിയാത്തവരായിട്ടാണ്, ഒരറിവില്ലാണ്ട്. അറിവില്ലായ്മയിൽ നിന്നാണ് നമ്മൾ പലതും പഠിച്ചത്, അറിവുണ്ടാക്കിയത്. അള്ളാഹുവിന് അറിവില്ലായ്മ എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അറിവില്ലായ്മയിൽ നിന്ന് സമ്പന്നമാണ് അള്ളാഹിന്റെ അറിവ്. ഇനി നമ്മൾ പഠിച്ച ഇപ്പൊ അറിഞ്ഞ അറിവ് പലതും ഇപ്പൊ ഇവിടുന്ന് കേട്ടത് നാളെ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങൾ മറക്കും. ഞാനും മറക്കാം, ഇല്ലേ? നമ്മൾ അറിഞ്ഞ അറിവിൽ നമുക്ക് മറവി പിന്നീട് സംഭവിക്കും, പിന്നിൽ വരും. അള്ളാഹുവിന്റെ അറിവിന് പിന്നിൽ മറവ് വരും? ഒരിക്കലുമില്ല. അപ്പോൾ ഒരു അജ്ഞത മുൻകടക്കാത്ത, ഒരു മറവി പിന്നിൽ വന്നു ചേരാത്ത, എല്ലാം സമ്പൂർണമായി, കൃത്യമായി, സ്പഷ്ടമായി, പൂർണ്ണമായി, വ്യക്തമായി അറിയുന്നവരാണ് അള്ളാഹു. ഇങ്ങനെ അള്ളാന്റെ അൽ അലീം എന്ന സിഫത്ത്, ഇൽമ എന്ന സിഫത്ത്, അത് ഉൾക്കൊള്ളുന്ന അലീം എന്ന അസ്മായിൽപ്പെട്ട അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ, അതിന്റെ അർത്ഥം, ആശയം നമ്മൾ മനസ്സിലാക്കി. ഇത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഇതനുസരിച്ച് എങ്ങനെ അമൽ ചെയ്യുക? ഈ റബ്ബ് നമ്മളെ കാണാതിരിക്കുമോ? നമ്മൾ അറിയാതിരിക്കുമോ? നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ മനം മന്ത്രിക്കുന്നത് അവൻ അറിയാതിരിക്കുമോ? അവൻ അറിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തു പ്രവർത്തിക്കുന്നതും അവൻ അറിയും. അവൻ ഇഷ്ടപ്പെട്ടതേ ഞാൻ പ്രവർത്തിക്കാവൂ. അവനനുസരിച്ച് ഞാൻ ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ അവൻ ജീവിക്കും. ഇങ്ങനെ ഓരോ അസ്മാകളുടെയും താല്പര്യത്തിനൊത്ത് അത് മനസ്സിലാക്കി അതിന്റെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് ജീവിച്ചാൽ, ഈ 99 അസ്മാഉൽ ഹുസ്നക്കൊത്ത് അവൻ ജീവിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു.